ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം സെലക്ഷൻ സോർട്ടിങ്ങിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സെലക്ഷൻ സോർട്ടിങ് എന്താണെന്ന് കണ്ടു. സെലക്ഷൻ സോർട്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതിൻ്റെ വർക്കിങ്ങും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ഷൻ സോർട്ടിങ്ങിൻ്റെ അൽഗോരിതത്തിനെ കുറിച്ചാണ്. അതേപോലെ സെലക്ഷൻ സോർട്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമും അതിൻ്റെ എക്സ്പ്ലനേഷനും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സെലക്ഷൻ സോർട്ടിങ്ങിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാനൊരു അറേ വേരിയബിൾ എ എന്ന് പറഞ്ഞ അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എല്ലാ എലമെൻറ്റിൻ്റെ സൈസ് n ആണ്. ഇനി തേർഡ് സ്റ്റെപ്പിൽ ഞാനൊരു പുതിയൊരു ഐ എന്ന് പറഞ്ഞാൽ പുതിയൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്തു. ഐയുടെ വാല്യൂ 0 ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ i = 0 എന്ന് പറഞ്ഞത് ഐട്രേഷൻസ് കൗണ്ടർ ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഓരോ ഐട്രേഷൻ ചെയ്യാനാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പം ഓരോ ഐട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമുണ്ട്? ഒരു ലൂപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ലൂപ്പ് ആണ് ഈ സ്റ്റെപ്പ് 4ൽ എഴുതിയിരിക്കുന്നത്. റിപ്പീറ്റ് സ്റ്റെപ്പ് 4 to 10 while i less than n-1. അപ്പം ഐയുടെ വാല്യൂ n-1 ആവുന്നത് വരെ, ഐയുടെ വാല്യൂ n-1 ലെസ് ദാൻ n-1 ആവുന്നത് വരെ നമുക്ക് എന്താവണം? ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇവിടെ 4 മുതൽ 10 വരെയുള്ള ഈ ഒരു സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ഈ ഒരു ലൂപ്പിൽ പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 5ൽ ഞാൻ പുതിയൊരു വേരിയബിളും കൂടി ഡിക്ലെയർ ചെയ്തു, മിനിമം എന്ന് പറഞ്ഞ വേരിയബിൾ. ആ മിനിമത്തിലേക്ക് ഞാൻ അതിൻ്റെ വാല്യൂ i ആയിട്ടാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് സെറ്റ് min = i ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തു. ഇനി സ്റ്റെപ്പ് 6ൽ ഞാൻ വീണ്ടും ഒരു j എന്ന് പറഞ്ഞ പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ വേരിയബിളിൻ്റെ വാല്യൂ ഞാൻ i+1 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ i+1 മുതൽ n-1 വരെയുള്ള ഓരോ എലമെൻറ്റും എടുത്തിട്ട് അത് മിനിമത്തിനേക്കാളും ചെറുതാണോ നോക്കണം. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. അങ്ങനെ ചെറുതാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ലൂപ്പും കൂടി ആവശ്യമുണ്ട്. ചെറുതാണെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിന് നമുക്കൊരു പുതിയൊരു ലൂപ്പും കൂടി ആവശ്യമുണ്ട്. അപ്പം ആ ലൂപ്പാണ് സ്റ്റെപ്പ് 7ലുള്ളത്. റിപ്പീറ്റ് സ്റ്റെപ്പ് 7 to 8 while j less than n. അതായത് ജെയുടെ വാല്യൂ ലെസ് ദാൻ n ആവുന്നത് വരെ ഈ ഒരു ലൂപ്പും റിപ്പീറ്റ് ചെയ്യണം. അതായത് സ്റ്റെപ്പ് 7ഉം 8ഉം നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം ഇനി അവിടെ നമുക്കൊരു പുതിയൊരു കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനുണ്ട്. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇഫ് അറേ ഓഫ് ജെ ലെസ് ദാൻ അറേ ഓഫ് മിൻ ആണോ നോക്കണം. അങ്ങനെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ മൊമെൻറ്റ് മുതൽ മിനിമം എന്ന് പറയുന്നത് എന്തായിരിക്കും? ജെ ആയിരിക്കും. ആ മൊമെൻറ്റ് മുതൽ നമ്മൾ മിനിമത്തിൻ്റെ വാല്യൂ ജെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ജെയുടെ വാല്യൂ എന്താവണം? ഒരു വാല്യൂ ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. j++ അല്ലെങ്കിൽ j+1 ചെയ്യണം. അപ്പം ഈ ഒരു 2 സ്റ്റെപ്പ് ജെയുടെ വാല്യൂ ലെസ് ദാൻ n ആവുന്ന ടൈം വരെ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഈ ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നാൽ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 9ൽ നോക്കുക. സ്വാപ്പ് a of i and a of min. അതായത് ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ചെയ്യേണ്ടത് a of iയുടെ വാല്യൂയും a of minൻ്റെ വാല്യൂയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. അപ്പം അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ സ്വാപ്പിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ് കിട്ടിയിട്ട് ആ സ്മോളസ്റ്റ് എലമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയും അത് ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതായത് സ്റ്റെപ്പ് 4 മുതൽ 10 വരെ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിച്ചു. ആ സ്മോളസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിച്ചു. ആ സ്മോളസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ് സ്മോളസ്റ്റ് എലമെൻറ്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. i = i+1. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇത്രയും ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് 4ൽ ഈ ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് 4 to 10ൽ i less than n-1 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ഈ സ്റ്റെപ്പ് 4 മുതൽ സ്റ്റെപ്പ് 10 വരെയുള്ള ഈ സ്റ്റെപ്സ് എന്ത് ചെയ്യും? വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഈ ലൂപ്പിൽ നിന്ന് ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്ത് ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരികയും നമ്മളെ സോർട്ടഡ് ആയിട്ടുള്ള അറേ പ്രിൻറ്റ് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോർട്ടഡ് അറേ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ്. ഓക്കെ, അപ്പം എക്സാമ്പിൾ വെച്ചിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പ്രോഗ്രാമിൽ കാണിച്ചു തരാം. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ സോർട്ടിങ്ങിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിൻ്റെ എക്സാമ്പിളാണ്. അപ്പം പ്രോഗ്രാം ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് ഒരു സെലക്ഷൻ സോർട്ടിങ്ങിൻ്റെ പ്രോഗ്രാം. ഓക്കെ, നമുക്ക് പ്രോഗ്രാം ഒന്ന് നോക്കാം. ഹെഡർ ഫയൽ ഡിക്ലെയർ ചെയ്തു.
ഓക്കെ, ഹെഡർ ഫ്ലെയർ ഐഒസ്ട്രീം ഡോട്ട് എച്ച് കോർഡിനേറ്റ് ഡോട്ട് എച്ച്. ഇന്ന് മെയിലിൽ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഇൻറ്റിജർ ടൈപ്പിൽ ഐ ജെ ടെമ്പ് മിൻ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതേപോലെ അറേ ഡിക്ലെയർ ചെയ്തു. അറേയുടെ സൈസ് 13 ആണ്. ദെൻ എൻ എന്ന് പറഞ്ഞൊരു എലമെൻറ്റും ഡിക്ലെയർ ചെയ്തു. ഇനി അടുത്തത് ഞാൻ എന്നിൻ്റെ ലിമിറ്റ് ചോദിച്ചു, അതിനെ പ്രിൻറ്റ് ചെയ്യിച്ചു. ദെൻ ഫസ്റ്റ് ഫോർ ലൂപ്പിൽ ഞാൻ അറേയുടെ എലമെൻറ്റ്സ് റീഡ് ചെയ്തെടുത്തു. അത് നെക്സ്റ്റ് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ അറേയുടെ എലമെൻറ്റ്സ് എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. ഇനി അടുത്ത നമ്മുടെ കണ്ടീഷനാണ്, അടുത്ത ലൂപ്പിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രോഗ്രാമിൻ്റെ പാർട്ട് വരുന്നത്. ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ n-1 ഐ പ്ലസ് പ്ലസ്. അപ്പോൾ നമ്മൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഫോർ ഐ ഈക്വൽ 0 ഐ ലെസ് ദാൻ n-1 ഐ പ്ലസ് പ്ലസ്. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പം ഐയുടെ വാല്യൂ n-1 എന്ന് പറഞ്ഞ കണ്ടീഷൻ n-1 ലെസ് ദാൻ ആവുന്നത് വരെ നമുക്ക് ഈ ഒരു ലൂപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മിൻ ഈക്വൽ ടു ഐ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ നമ്മുടെ ഇന്നർ ലൂപ്പ് വരുന്നത് ജെ ഈക്വൽ ടു ഐ പ്ലസ് 1 ജെ ലെസ് ദാൻ n ജെ പ്ലസ് പ്ലസ്. ദെൻ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ അൽഗോരിതത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ് എ ഓഫ് ജെ ലെസ് ദാൻ ഓക്കെ, ദാറ്റ് ഈസ് അറേ ഓഫ് ജെ ലെസ് ദാൻ അറേ ഓഫ് മിൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മിൻ ഈക്വൽ ടു ജെ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെമ്പിലേക്ക് നമ്മൾ അറേ ഓഫ് ഐയുടെ വാല്യൂ അസൈൻ ചെയ്യുന്നു. ദെൻ അറേ ഓഫ് ഐ ഈക്വൽ ടു അറേ ഓഫ് മിന്നാക്കി അറേ ഓഫ് മിന്നാക്കി അസൈൻ ചെയ്യുന്നു. ദെൻ അറേ ഓഫ് മിന്നിലേക്ക് ടെമ്പിൻ്റെ വാല്യൂ അസൈൻ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പോർഷൻസ് കഴിയുന്നു. ദെൻ നമ്മൾ പുതിയ നമ്മുടെ സോർട്ടഡ് ആയിട്ടുള്ള എലമെൻസിനെ അറേനെ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യിക്കുന്നു. ഇത്രയാണ് നമ്മുടെ സെലക്ഷൻ സോർട്ടിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു അറേ സോർട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ പാർട്ട് അല്ലെങ്കിൽ മെയിൻ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ഇവിടെ മുതലാണ്. അതായത് ഫോർ ഐ ഈക്വൽസ് ടു ഐ ലെസ് ദാൻ n-1 ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ മുതൽ നമ്മുടെ ഇവിടെ, അതായത് ഈ ഒരു വേരിയബിൾ എക്സ്ചേഞ്ച് സ്വാപ്പ് ചെയ്യുന്ന ഇവിടം വരെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഈ ഒരു കണ്ടീഷൻസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുറകിലെ പേജിലുള്ള 3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റും കൂടി ഞാൻ ഇവിടേക്ക് എഴുതിയെടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്നാണ് കണ്ടീഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു അറേ കൺസിഡർ ചെയ്യാണ്. ഒരു എക്സാമ്പിളായിട്ട് തന്നെ ഒരു അറേ എടുക്കുകയാണ്. 20, 13, 10, 15, 14. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന അറേയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 20, 30, 10, 50, 40. അപ്പോൾ അതൊക്കെ n ഈക്വൽ ടു 1, 2, 3, 4, 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം n ഈക്വൽ ടു 5 എലമെൻറ്റ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം n ഈക്വൽ ടു n-1 ദാറ്റ് ഈസ് 4 ടൈംസ് ആണ് നമുക്ക് നമ്മുടെ അൺസോർട്ടഡ് അറേയിൽ നിന്നും സോർട്ടഡ് അറേ നമുക്ക് കിട്ടണമെങ്കിൽ n-1 ടൈംസ് നമുക്ക് നമ്മുടെ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇറ്ററേഷൻസ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സോർട്ടഡ് അറേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മുടെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ n ഐ പ്ലസ് പ്ലസ് അവിടെ മുതൽ അറേ ഓഫ് മിൻ നമ്മുടെ ഈ ഒരു സ്വാപ്പിങ്ങിൻ്റെ സെക്ഷൻ വരെയാണ് നമ്മുടെ മെയിൻ പാർട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐറ്ററേഷൻസ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഐറ്ററേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐറ്ററേഷനിൽ നമുക്ക് നോക്കാം. ഇവിടെ ഐയുടെ വാല്യൂ 0 ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പം സ്റ്റാർട്ടിങ് ഐയുടെ വാല്യൂ 0 ആണ്. അപ്പം ഐ ഈക്വൽ ടു 0 ആണ് സ്റ്റാർട്ടിങ് ഐയുടെ വാല്യൂ. ദെൻ ഐ ലെസ് ദാൻ n-1 ഫസ്റ്റ് കണ്ടീഷൻ ഐ ലെസ് ദാൻ n-1 ഐയുടെ വാല്യൂ എത്രയാണ്? അപ്പോൾ 0 ആണ്. 0 ലെസ് ദാൻ n-1 എന്നിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 5 - 1 എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പം 0 ലെസ് ദാൻ 4 ആണോ എന്നുള്ള ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ 0 ലെസ് ദാൻ 4 ആണോ? 0 ലെസ് ദാൻ 4 ആണെന്നുള്ള കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം കണ്ടീഷൻ എന്താണ്? 0 ലെസ് ദാൻ 4 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? മിൻ ഈക്വൽ ടു ഐ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പം മിന്നിൻ്റെ വാല്യൂ എന്താക്കണം?
മിൻ ഈക്വൽ ടു ഐ ആയിട്ട് സെറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് മിന്നിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ് 0. അപ്പം മിന്നിൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിന്നിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് മിന്നിൻ്റെ വാല്യൂ എത്രയാണ് 0 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്നർ ലൂപ്പിലേക്ക് പോവുകയാണ്. ഇന്നർ ലൂപ്പിൽ ജെയുടെ വാല്യൂ i+1 ആണ്. ഓക്കെ, അപ്പം ജെയുടെ വാല്യൂ എന്ന് പറയുമ്പം i+1, ജെ ഈക്വൽ ടു i+1, ദാറ്റ് ഈസ് ജെ ഈക്വൽ ടു 0+1 പറയുമ്പോൾ ജെയുടെ വാല്യൂ 1 ആയി. അപ്പം നീ ജെയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി? ജെയുടെ വാല്യൂ 1 ആണ്. ഇനി കണ്ടീഷൻ നോക്കൂ, ജെ ലെസ് ദാൻ n ആണോന്ന് ചെക്ക് ചെയ്യുന്നു. ജെയുടെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ n 5, 1 ലെസ് ദാൻ 5 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണ്. 1 ലെസ് ദാൻ 5 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇഫ് അറേ ഓഫ് ജെ ലെസ് ദാൻ അറേ ഓഫ് മിൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഇന്നർ ലൂപ്പിലെ കണ്ടീഷൻ. അപ്പം അറേ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ 1. അപ്പം അറേ ഓഫ് 1, ഓക്കെ സോറി, നമ്മൾ നേരത്തെ എഴുതിയ അറേ എലമെൻറ്റ്സിൽ ഇൻഡെക്സിൻ്റെ വാല്യൂ എഴുതിയില്ല. ഇൻഡെക്സ് വാല്യൂ 0, 1, 2, 3, 4 ആണ് ഇൻഡെക്സ് വാല്യൂസ്. ഓക്കെ, അപ്പം അറേ ഓഫ് 1, അറേ ഓഫ് ജെ ലെസ് ദാൻ അറേ ഓഫ് മിൻ ആണോ നോക്കണം. അപ്പം അറേ ഓഫ് ജെയുടെ വാല്യൂ 1 ആണ്. അപ്പം അറേ ഓഫ് 1 ലെസ് ദാൻ അറേ ഓഫ് മിൻ ആണോ നോക്കണം. അറേ ഓഫ് മിനിമത്തിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം അറേ ഓഫ് 0, ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ. അപ്പം അറേ ഓഫ് 1ൻ്റെ വാല്യൂ, അതായത് ഇൻഡെക്സ് പൊസിഷൻ 1ൽ നിന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. അപ്പം 30 ലെസ് ദാൻ അറേ ഓഫ് 0ൽ 20 വാല്യൂ. അപ്പോൾ 30 ലെസ് ദാൻ 20 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പം ഈ കണ്ടീഷൻസ് ട്രൂ ആണോ? അല്ല, ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. ഓക്കെ, അപ്പം കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണം, J++. അപ്പം അടുത്തത് ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ജെ ഈക്വൽ ടു J++ എന്ന് പറയുമ്പോൾ ജെ ഈക്വൽ ടു 1, ജെയുടെ വാല്യൂ ഇനി എന്തായി? 2 ആയി. ഇനി അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ജെ ലെസ് ദാൻ, കണ്ടീഷൻ നോക്കുക, ജെ ലെസ് ദാൻ n, അതായത് ജെയുടെ വാല്യൂ 2 ആണ്. 2 ലെസ് ദാൻ n 5, 2 ലെസ് ദാൻ 5 ആണോ? കണ്ടീഷൻ ട്രൂ ആണ്. ഇനി നമ്മൾ സെയിം ഈ ഒരു കണ്ടീഷൻസ് പെർഫോം ചെയ്യാം. അതായത് അറേ ഓഫ് ജെ എന്ന് പറയുന്നത് ലെസ് ദാൻ അറേ ഓഫ് മിൻ ആണോ എന്ന് നോക്കാം. ദാറ്റ് ഈസ് അറേ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം അറേ ഓഫ് 2 ലെസ് ദാൻ അറേ ഓഫ് മിന്നിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പം അറേ ഓഫ് 2 ലെസ് ദാൻ അറേ ഓഫ് 0 ആണോ നോക്കുക. അറേ ഓഫ് 2ലുള്ള വാല്യൂ എത്രയാണ്? 10 ആണ്. 10 ലെസ് ദാൻ അറേ ഓഫ് 0ലെ വാല്യൂ 20 ആണ്. അപ്പം 10 ലെസ് ദാൻ 20 ആണോ നോക്കുക. യെസ്, കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. അതായത് 20 ഗ്രേറ്റർ ദാൻ 10 ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മളിനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മിൻ ഈക്വൽ ടു ജെ, മിന്നിൻ്റെ വാല്യൂ ജെ ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പം മിൻ ഈക്വൽ ടു ജെയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പം മിൻ ഈക്വൽ ടു 2 ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. മിൻ ഈക്വൽ ടു 2 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഇവിടെ സ്വാപ്പിംഗ് ആണ്. അതിന് മുന്നേ നമ്മൾ ഇനിയും ഈ ഒരു ഇന്നർ ലൂപ്പ് തന്നെ വർക്ക് ചെയ്യും. ഇപ്പോൾ ജെയുടെ വാല്യൂ വീണ്ടും എന്താവും? 3 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ജെയുടെ വാല്യൂ 3 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. J++, ദാറ്റ് ഈസ് ജെയുടെ വാല്യൂ 3 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ജെയുടെ വാല്യൂ 3 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ജെ ഈക്വൽ ടു 3 ലെസ് ദാൻ 5 ആണോ എന്ന് നമ്മളെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 3 ലെസ് ദാൻ 5 ആണോ? 3 ലെസ് ദാൻ 5 ആണ്. അപ്പം 3 ലെസ് ദാൻ 5 ആണെങ്കിൽ നമ്മൾ ഇനി അടുത്ത് പെർഫോം ചെയ്യേണ്ടത് അറേ ഓഫ് ജെ കണ്ടീഷനാണ്. അപ്പം ഇഫ് കണ്ടീഷൻ പെർഫോം ചെയ്യുന്നു. അപ്പം ഇഫ് അറേ ഓഫ് ജെയുടെ വാല്യൂ 3 ആണ്. അറേ ഓഫ് 3 ലെസ് ദാൻ അറേ ഓഫ് മിന്നിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് എടുത്ത 0 തന്നെയാണ്. അപ്പം അറേ ഓഫ് മിൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. തേർഡ് പൊസിഷനിലുള്ളത് 15 ആണ്. 15 ലെസ് ദാൻ 0th പൊസിഷനിൽ 20 ആണ്. 50 ലെസ് ദാൻ 20, കണ്ടീഷൻ ട്രൂ ആണോ? അല്ല, ഫോൾസ് ആണ്. ദെൻ അഗെയിൻ ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. J++. അപ്പോൾ ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന പറയുമ്പം ജെ ഈക്വൽ ടു 4 ആവുന്നു. ദെൻ 4 ലെസ് ദാൻ 5 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. 4 ലെസ് ദാൻ 5 ആണോ? കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, അഗെയിൻ നമ്മൾ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇഫ് അറേ ഓഫ് 4 ലെസ് ദാൻ അറേ ഓഫ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പം അറേ ഓഫ് 4ലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 ആണ്. അപ്പം 14 ലെസ് ദാൻ 0ലെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. 40 ലെസ് ദാൻ 20 ആണ്. ഇല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. ഓക്കെ, അഗെയിൻ നമ്മൾ ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. J++, വിച്ച് ഈക്വൽ ടു ജെ ഈക്വൽ ടു 5 ആയി. 5 ലെസ് ദാൻ 5 ആണോ?
അപ്പം കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ നമ്മൾ ഇന്നർ ലൂപ്പിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇന്നർ ലൂപ്പിൽ നിന്ന് അതിൻ്റെ കൺട്രോള് പുറത്തേക്ക് വരുന്നു. ഓക്കെ, അപ്പം ഇന്നർ ലൂപ്പിൽ നിന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു ജെയുടെ ഈ ഒരു ഇന്നർ ലൂപ്പിൽ നിന്ന് അതിൻ്റെ കൺട്രോൾ പുറത്തേക്ക് വരുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ട പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? സ്വാപ്പിംഗ് ആണ്. ടെംപ് ഈക്വൽ ടു പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ എന്തൊക്കെയായിരുന്നു? സ്വാപ്പിങ്ങിൻ്റെ ഈ ഒരു പോർഷനാണ് നമുക്കിനി പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ടെംപ് ഈക്വൽ ടു അറേ ഓഫ് ഐ, പിന്നെ അറേ ഓഫ് ഐയിലേക്ക് അറേ ഓഫ് മിന്നിൻ്റെ വാല്യൂ അസൈൻ ചെയ്യുന്നു, അറേ ഓഫ് മിന്നിലേക്ക് ടെമ്പിൻ്റെ വാല്യൂ അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ടെംപ് ഈക്വൽ ടു അറേ ഓഫ് ഐ ആയിട്ട് അസൈൻ ചെയ്യാം. അപ്പം ടെംപ് ഈക്വൽ ടു അറേ ഓഫ് ഐ. അപ്പം അറേ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഐട്രേഷൻ ആണ്. അപ്പം ഐയുടെ വാല്യൂ എത്രയായിരുന്നു? 0 ആണ്. അപ്പം അറേ ഓഫ് 0 ആണ്. അറേ ഓഫ് 0. അപ്പോൾ 0th പൊസിഷനിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. അപ്പോൾ ടെമ്പിലേക്ക് ഏതായിരിക്കും വാല്യൂ അസൈൻ ചെയ്യുന്നത്? 20 ആയിരിക്കും ടെമ്പിൽ ഇപ്പോൾ ഉള്ള വാല്യൂ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ അറേ ഓഫ് ഐ ഈക്വൽ ടു അറേ ഓഫ് മിൻ ആണ്. അപ്പം അറേ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ അറേ ഓഫ് 0. അറേ ഓഫ് 0യിലേക്ക് അറേ ഓഫ് മിന്നിൻ്റെ വാല്യൂ ആണ് അസൈൻ ചെയ്യേണ്ടത്. അപ്പം അറേ ഓഫ് മിൻ. ഓക്കെ, അറേ ഓഫ് മിൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞിരുന്നു നേരത്തെ നമുക്ക് മിന്നിൻ്റെ വാല്യൂ 2 ആയിട്ട് കിട്ടിയിരുന്നു. അപ്പം ഇവിടെ അറേ ഓഫ് മിൻ എന്ന് പറഞ്ഞാൽ അറേ ഓഫ് മിനിമത്തിൻ്റെ വാല്യൂ അറേ ഓഫ് മിൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം അറേ ഓഫ് 2യുടെ വാല്യൂ എത്രയാണ്? 10 ആണ്. അപ്പം അറേ ഓഫ് 0യിലേക്ക് അറേ ഓഫ് 2ൻ്റെ വാല്യൂ 10 ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് അറേ ഓഫ് മിൻ ഈക്വൽ ടു ടെമ്പ്. അപ്പം അറേ ഓഫ് മിൻ എന്ന് പറഞ്ഞാൽ അറേ ഓഫ് 2. അറേ ഓഫ് 2യിലേക്ക് ടെമ്പിൻ്റെ വാല്യൂ 20 ആണ്. അപ്പം അറേ ഓഫ് 2യിലേക്ക് 20 അസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ അൺസോർട്ടഡ് അറേ എന്ന് പറയുന്നത് 20, 30, 10, 50, 40 ആണ്. അതിൻ്റെ ഇൻഡെക്സ് വാല്യൂസ് 0, 1, 2, 3, 4 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐട്രേഷന് ശേഷം നമുക്ക് കിട്ടുന്ന നമ്മുടെ സോർട്ടഡ് അറേ എന്ന് പറയുന്നത് എങ്ങനെയിരിക്കും അറിയാം? പറഞ്ഞു അറേ ഓഫ് 0. അപ്പോൾ അറേ ഓഫ് 0th പൊസിഷനിൽ ഇപ്പോൾ ഉള്ള വാല്യൂ ഏതാണ്? 10 ആണ്. അപ്പം 10 വരും. ദെൻ ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ 30 തന്നെ. അപ്പം 10, 13. ദെൻ സെക്കൻഡ് പൊസിഷനിൽ ഇപ്പോൾ ഏതാ വാല്യൂ? 20 ആണ്. അപ്പം 20. ദെൻ ബാക്കിയുള്ള ഓരോ വാല്യൂസ് അത് തന്നെ 15, 14. അപ്പം 15, 14. അപ്പം ഫസ്റ്റ് ഐട്രേഷന് ശേഷം നമുക്ക് കിട്ടിയ സോർട്ടഡ് അറേയുടെ ലിസ്റ്റാണിത്. ഇൻഡെക്സ് 0, 1, 2, 3, 4. അപ്പം നമുക്ക് 0 ഇൻഡെക്സ് പൊസിഷനിൽ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് ഐട്രേഷനിലൂടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. ഓക്കെ, 0th പൊസിഷനിൽ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റ് ആണ്. ദെൻ 0th പൊസിഷനിൽ ഉണ്ടായുള്ള എലമെൻറ്റിന് നമ്മൾ എങ്ങോട്ട് സ്വാപ്പ് ചെയ്തു? അറേ ഓഫ് സെക്കൻഡ് ഇൻഡെക്സ് നമ്പറിലെ പൊസിഷനിലേക്ക് നമ്മൾ 0യിൽ ഉണ്ടായിരുന്ന എലമെൻറ്റിനെ സ്വാപ്പ് ചെയ്ത്. അതായത് ഫസ്റ്റ് 0യിൽ 20നും 2ൽ 10നും ആണെങ്കിൽ ദെൻ ഫസ്റ്റ് ഐട്രേഷനിൽ ശേഷം നമുക്ക് 0യിൽ 10നും 2ൽ 20യും കിട്ടി. ഓക്കെ, ദെൻ നമുക്കിനി സെക്കൻഡ് ഐട്രേഷൻ പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പം ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് ഫസ്റ്റ് ഐട്രേഷൻ. ഓക്കെ, നമുക്കിനി സെക്കൻഡ് ഐട്രേഷനിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് ഐട്രേഷനിൽ എന്തായിരിക്കും? ഐയുടെ വാല്യൂ 0 ആയിരുന്നു ഫസ്റ്റ് ഐട്രേഷനിൽ. അപ്പം ഐയുടെ വാല്യൂ എന്തായാലും ഇൻക്രിമെൻ്റ് ആവും. ഇനി ഐയുടെ വാല്യൂ എന്താവും? 1 ആയിട്ട് മാറും. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഐ ലെസ് ദാൻ n-1 ആണ്. അപ്പം ഐയുടെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ 4 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 1 ലെസ് ദാൻ 4 ആണോ? ഓക്കെ, അതെ, 1 ലെസ് ദാൻ 4 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ അടുത്ത് എന്ത് പെർഫോം ചെയ്യണം? മിൻ ഈക്വൽ ടു ഐ. ഐയുടെ വാല്യൂ മിന്നിൻ്റെ വാല്യൂ ഐ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പം മിൻ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പം മിന്നിൻ്റെ വാല്യൂ 1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇതാണ് സെക്കൻഡ് ഇറ്ററേഷൻ. ഓക്കെ, മിന്നിൻ്റെ വാല്യൂ നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നർ ലൂപ്പ് പെർഫോം ചെയ്യുന്നു. ജെയുടെ വാല്യൂ i+1, ദാറ്റ് ഈസ് ജെയുടെ വാല്യൂ 2 ആവുന്നു. ദെൻ 2 ലെസ് ദാൻ 5 ആണോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 2 ലെസ് ദാൻ 5 ആണോ? 2 ലെസ് ദാൻ 5 ആണോ? അതെ, കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്കിനി എന്ത് പെർഫോം ചെയ്യണം? ചെക്കിങ്. ഇഫ് അറേ ഓഫ് ജെ ലെസ് ദാൻ അറേ ഓഫ് മിൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം 2 ലെസ് ദാൻ 5. ഇനി അറേ ഓഫ് ജെ എന്ന് പറയുമ്പോൾ അറേ ഓഫ് 2 ലെസ് ദാൻ അറേ ഓഫ് 2
ലെസ് ദാൻ അറേ ഓഫ് മിൻ. അറേ ഓഫ് മിന്നിൻ്റെ വാല്യൂ 1 ആണ്. ദറ്റ് ഈസ് അറേ ഓഫ് 1 ആണോ എന്ന് നോക്കുക. അപ്പം അറേ ഓഫ് 2ൽ ഇതിപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് സോർട്ടഡ് അറേ, പുതിയ നമുക്ക് കിട്ടിയ സോർട്ടഡ് അറേയിൽ നിന്നാണ്. ഓക്കെ, ഫസ്റ്റ് ഐട്രേഷനിൽ നമുക്ക് കിട്ടിയ ഈ ഒരു സോർട്ടഡ് അറേയാണ് നമ്മളിനി കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം അറേ ഓഫ് 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലെ വാല്യൂ 20 ആണ്. അപ്പം 20 ലെസ് ദാൻ അറേ ഓഫ് 1ലെ വാല്യൂ 30 ആണ്. 20 ലെസ് ദാൻ 30 ആണോ? കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്താ പെർഫോം ചെയ്യേണ്ടത്? മിന്നിൻ്റെ വാല്യൂ ജെ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പം മിന്നിൻ്റെ വാല്യൂ മിൻ ഈക്വൽ ടു ജെ, ജെയുടെ വാല്യൂ എത്രയായിരുന്നു? 2 ആയിരുന്നു. അപ്പം മിൻ ഈക്വൽ ടു 2 ആയിട്ട് സെറ്റ് ചെയ്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മിൻ ഈക്വൽ ടു 2 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പം ഈ മിൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ആ ഒരു പെർഫോം ചെയ്തതിൽ, അതായത് എലമെൻസിനെ കൺസിഡർ ചെയ്ത് അതിനെ കമ്പയർ ചെയ്തതിൽ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ് ഇപ്പം ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞത് സെക്കൻഡിലാണ്. അപ്പോൾ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് നമ്പറിലാണ് ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ്സ് ഇപ്പം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് നോക്കുക, അപ്പം 2 എന്ന് പറയുമ്പം 2ലെ വാരിയബിൾ 20 ആണ്. അപ്പം ഇതിലെ സെക്കൻഡ് സ്മോളസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ആ 20 എന്ന് പറയുന്ന എലമെൻറ്റ് ഇപ്പം പ്ലേസ് ചെയ്തിരിക്കുന്നത് മിൻ ഈക്വൽ ടു 2, അതായത് ഇൻഡെക്സ് നമ്പർ 2ലാണ്. ഓക്കെ, ദെൻ നമ്മൾ മിൻ ഈക്വൽ ടു ജെ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി അടുത്തത് ജെയുടെ വാല്യൂ ഒന്നായിട്ട് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ജെയുടെ വാല്യൂ എത്രയാണ്? ജെ ഈക്വൽ ടു ജെ ഈക്വൽ ടു 2 ആയിരുന്നു. അപ്പം ജെയുടെ വാല്യൂ 3 ആയി മാറി. അപ്പം ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, 3 ലെസ് ദാൻ 5 ആണോ എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പം 3 ലെസ് ദാൻ 5 ആണോ എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറേ ഓഫ് ജെ ലെസ് ദാൻ അറേ ഓഫ് മിന്നിലേക്ക് കണ്ടീഷൻ നോക്കുക. അപ്പം ഇഫ് അറേ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ അറേ ഓഫ് 3 ലെസ് ദാൻ അറേ ഓഫ് മിന്നിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ മിന്ന് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്ത് 1 ആണ്. ഓക്കെ, അതാ നമ്മൾ ആ ഫസ്റ്റ് മിൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പം അറേ ഓഫ് 1, അപ്പം അറേ ഓഫ് 3 ലെസ് ദാൻ അറേ ഓഫ് 1. ഓക്കെ, അപ്പം അറേ ഓഫ് 3ലെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. ആ 15 ലെസ് ദാൻ അറേ ഓഫ് 1ലെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പം അറേ ഓഫ് 3ലെ വാല്യൂ എന്ന് പറഞ്ഞാൽ അറേ ഓഫ് 3ലെ വാല്യൂ 15 ആണ്. 15 ലെസ് ദാൻ അറേ ഓഫ് 1ലെ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. 15 ലെസ് ദാൻ 30, കണ്ടീഷൻ ട്രൂ ആണ്, അല്ല കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പം ഇനി അടുത്ത എന്ത് പെർഫോം ചെയ്യും? ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ജെയുടെ വാല്യൂ ജെ ഈക്വൽ ടു 4 ആയി മാറും. 4 ലെസ് ദാൻ 5 ആണോ? അതെ, കണ്ടീഷൻ ട്രൂ ആയി. ഇനി നമ്മൾ അഗെയിൻ ഇഫ് അറേ ഓഫ് 4 ലെസ് ദാൻ അറേ ഓഫ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. അറേ ഓഫ് 4യുടെ വാല്യൂ നോക്കാം, 14 ആണ്. അപ്പം 14 ലെസ് ദാൻ അറേ ഓഫ് 1ൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 30 ആണ്. അപ്പോൾ 40 ലെസ് ദാൻ 30 ആണ്. ചെക്ക് അഗെയിൻ കണ്ടീഷൻ ഫോൾസ് ആണ്. ഓക്കെ, വീണ്ടും നമ്മൾ ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ജെ ഈക്വൽ ടു 5 ലെസ് ദാൻ 5, കണ്ടീഷൻ ആ ലൂപ്പിൻ്റെ കണ്ടീഷൻ തന്നെ ഫോൾസ് ആയി. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ദ കൺട്രോൾ വിൽ കം ഔട്ട് ഫ്രം ദ ലൂപ്പ്. ഓക്കെ, ദെൻ അതിന് ശേഷമുള്ള കണ്ടീഷൻ, അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലൂപ്പിൽ നിന്ന് ജെയുടെ ഈ ഒരു ലൂപ്പ് ഇന്നർ ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു. ഇനി നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വാപ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാപ്പിങ്ങിൽ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ കണ്ടീഷൻ നമ്മളെ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ അതിനടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടെമ്പ് ഈക്വൽ ടു എ ഓഫ് ഐ ആണ്. ഐയുടെ വാല്യൂ 1 ആണ്. അപ്പം എ ഓഫ് 1 ഈക്വൽ ടു 30 ആണ്. അപ്പം ടെമ്പിലേക്ക് 30 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തു. ദെൻ എ ഓഫ് 1 ഈക്വൽ ടു എ ഓഫ് മിൻ ആണ്. എ ഓഫ് മിന്നിലെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. അപ്പം എ ഓഫ് 1ലേക്ക് 20 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തു. ദെൻ എ ഓഫ് 2 എന്ന് പറയുന്നത് ടെമ്പാണ്. ടെമ്പിലെ വാല്യൂ 30 ആണ്. അപ്പം എ ഓഫ് 2ലുള്ളത് ഇപ്പം 30 ആണ്. അപ്പം ഈ ഒരു സെക്കൻഡ് ഐട്രേഷൻസ് കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ന്യൂ സോർട്ടഡ് അറേ എന്ന് പറയുന്നത് ഫസ്റ്റ് വാല്യൂ നമ്മൾ ഓൾറെഡി സോർട്ട് ചെയ്തു, 10 ആണ്. ദെൻ എ ഓഫ് 1 0th പൊസിഷനിൽ 10, ദെൻ ഫസ്റ്റ് പൊസിഷൻ ഇൻഡെക്സ് വാല്യൂ ഉള്ള ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് 20 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ദെൻ സെക്കൻഡ് പൊസിഷനിൽ 30 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ദെൻ നോർമലായിട്ട് നമ്മൾ എടുത്ത ഫസ്റ്റ് അറേയുടെ ബാക്കിയുള്ള എലമെൻറ്റ്സ് അതേപോലെ 15, 14. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഐട്രേഷൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സോർട്ടഡ് അറേയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇതിൽ ഈ ഫസ്റ്റത്തെ 2 എലമെൻറ്റ്സ് നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഫസ്റ്റത്തെ 2 എലമെൻറ്റ്സ് സോർട്ടഡ് ഓർഡറിലാണ്. ഇനി നമുക്ക് ഈ ഒരു 3 എലമെൻറ്റ്സിനും കൂടെ നമുക്ക് ഇത്
സോർട്ടഡ് ലിസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 എലമെൻസിനെയും കൂടെ നമുക്കിനി സോർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ തേർഡ് ഐട്രേഷനാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. തേർഡ് ഐട്രേഷൻ നോക്കാം. ഓക്കെ, അപ്പം ഇതിൽ നേരത്തെ നമ്മൾ ടോട്ടലി 2 എലമെൻറ്റ്സ് ആയിരുന്നു സോർട്ട് ചെയ്തിരുന്നത്. നമുക്കിനി 3 എലമെൻറ്റ്സോട്ട് സോർട്ട് ചെയ്യാണ്ട് 13 നമ്മൾ ഓൾറെഡി അവിടെ സോർട്ടഡ് പൊസിഷനിലാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ലൂപ്പിൻ്റെ വർക്കിങ്ങിൽ പറയുമ്പം 13ൻ്റെ വർക്കിംഗ് കൂടി പറയണം. അപ്പം അതുകൊണ്ടായിരുന്നു നേരത്തെ 3 എലമെൻറ്റ്സ് സോർട്ടഡാന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് 13ൻ്റെ വർക്കിംഗ് കൂടെ പറഞ്ഞിട്ട് നോക്കാം. നമുക്ക് 13ൻ്റെ വർക്കിംഗ് കൂടെ നോക്കാം. ഓക്കെ, അപ്പം തേർഡ് ഐട്രേഷനാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ തേർഡ് ഐട്രേഷൻ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? 0 കഴിഞ്ഞു, 1 കഴിഞ്ഞു. ഇനി ഐയുടെ വാല്യൂ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. അപ്പം 2<4 ആണോ നോക്കും. 2<4 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് 2<4 ആണ്. ഇനി നമ്മൾ നോക്കാം. മിൻ ഈക്വൽ ടു ഐ ആയിട്ട് സെറ്റ് ചെയ്യണം. മിന്നിൻ്റെ വാല്യൂ ഐ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പം മിൻ ഈക്വൽ ടു എന്തായി? 2 ആയിട്ട് മാറി. മിന്നിൻ്റെ വാല്യൂ 2 ആയിട്ട് മാറി. മിൻ ഈക്വൽ ടു ഐ ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ അടുത്ത ഓപ്പറേഷൻ ജെയുടെ വാല്യൂ ഇന്നർ ലൂപ്പ്. ഇനി ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോവാണ്. ജെയുടെ വാല്യൂ J2 ആണ്. അപ്പോൾ 2+1 എന്ന് പറയുമ്പോൾ J = 3 ആണ്. അപ്പം 3<4 ആണോ നോക്കുക. 3<5 ആണോ നോക്കുക. 3<5 കണ്ടീഷൻ ട്രൂ ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് array of 3, അതായത് array of J array of min ആണോ നോക്കേണ്ടത്. array of min എന്നാൽ 2 ആണ്. അപ്പം ഇനി പുതിയ സോർട്ടഡ് ലിസ്റ്റിലെ നമ്മുടെ വാല്യൂസാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഇതിൽ 3 പൊസിഷൻ ഇൻഡെക്സ് നമ്പർ 3യിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എലമെൻ്റ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പം 0 1 2 3 പൊസിഷനിലുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പം 15<2ൻ്റെ പൊസിഷനുള്ള വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. 15<30 ആണ് നോക്കുക. അപ്പം കണ്ടീഷൻ ഫോൾസ് ആണ്. ഇനി നമ്മൾ അടുത്തത് ജെയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പം J = എന്താവുന്നു? ജെയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യും. ജെയുടെ വാല്യൂ 4 ആവുന്നു. 4<5 ആണോ നോക്കുന്നു. 4<5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പം array of 4 എന്ന് പറയുന്നത് array of 2 ആണോ നോക്കുന്നു. array of 4 array of 2 ആണോ നോക്കുന്നു. array of 4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 1 2 3 4 എന്ന് പറയുമ്പം 14 ആണ്. അപ്പം 14<2ൻ്റെ വാല്യൂ 13 തന്നെയാണോ നോക്കുന്നു. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് എഗെയിൻ ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. J = 5 ആവുന്നു. 5<5 ആണ്. അപ്പോൾ നമ്മുടെ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആവുന്നു. നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ നമുക്കിനി പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്വാപ്പിംഗ് ആണ്. ടെമ്പ്. ഓക്കെ, അപ്പം നമ്മളിനി അടുത്തത് ടെമ്പ് = array of I നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു മിനിമം നമ്മുടെ ഓൾറെഡി നമ്മുടെ ഏറ്റവും സെക്കൻഡ് സ്മോളസ്റ്റ് എലമെൻറ്റ് ഓൾറെഡി സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു നേരത്തെ 13 ഓൾറെഡി അത് സോർട്ടഡ് ലിസ്റ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് എഗെയിൻ അതിനെ സോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തേർഡ് ഐട്രേഷനിൽ ഒരു പെർഫോമൻസ്, അതായത് ഒരു സ്വാപ്പിംഗ് നടത്തേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ആ ഒരു 13 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഓൾറെഡി സോർട്ടഡ് ലിസ്റ്റിലാണുള്ളത്. അതുകൊണ്ട് തേർഡ് ഐട്രേഷനിൽ നോ ചേഞ്ചസ് ആണ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫോർത്ത് ഐട്രേഷൻ ആണ്. അപ്പോൾ ലാസ്റ്റ് ഐട്രേഷൻ ആണ് ഫോർത്ത് ഐട്രേഷൻ. ലാസ്റ്റ് ഐട്രേഷൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി n = 5 എലമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു n-1 ടൈംസ് ആണ് അത് ഐട്രേഷൻ പെർഫോം ചെയ്യുക. ഒരു സോർട്ടിങ് എലമെൻറ്റ്സ് നമുക്ക് ഒരു സോർട്ടഡ് ലിസ്റ്റിൽ നിന്ന് സോർട്ടഡ് ചെയ്യണമെങ്കിൽ n-1 ടൈംസ് ഐട്രേഷൻസ് പെർഫോം ചെയ്താലാണ് നമുക്ക് സോർട്ടഡ് ലിസ്റ്റ് കിട്ടാൻ. എന്താ ലാസ്റ്റ് ഐട്രേഷനിൽ പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഐയുടെ വാല്യൂ എന്തായി മാറും? 3 ആയി മാറുന്നു. 3<4 ആണോ നോക്കുന്നു. കണ്ടീഷൻ ദെൻ മിന്നിൻ്റെ വാല്യൂ നമ്മൾ 3 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ ജെയുടെ വാല്യൂ 4 ആണ്. 4<5 ആണെന്നുള്ള കണ്ടീഷൻ നോക്കുന്നു. ട്രൂ ആണ്. ദെൻ നമ്മൾ array of 4 array of മിന്നിൻ്റെ വാല്യൂ 3 ആണോ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മുടെ array of 4 array of 3 ആണ്. അപ്പോൾ നമ്മുടെ ഫോർത്ത് പൊസിഷനിലുള്ള എലമെൻറ്റ് 0 1 2 3 4 ഫോർത്ത് പൊസിഷനിലെ എലമെൻറ്റ് 14 ആണ്. അപ്പോൾ 14 തേർഡ് പൊസിഷനിലെ എലമെൻറ്റ് 50 ആണ്. 14 50 ആണോ നോക്കുന്നു. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്.
ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു, മിന്നിൻ്റെ വാല്യൂ ജെ ആയിട്ട് സെറ്റ് ചെയ്യണം. മിൻ ഈക്വൽ ടു ജെ, ജെയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, 4 ആണ്. അപ്പം മിന്നിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, മിൻ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഇത്രയും 4 എലമെൻറ്റ്സ് സെലക്ട് ചെയ്തതിൽ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ് ഇപ്പം ഇനി സ്മോളസ്റ്റ് എലമെൻ്റ് ഇരിക്കുന്നത് മിൻ ഈക്വൽ ടു 4, 4th പൊസിഷനിലാണ് ഇനിയിപ്പം നമ്മുടെ സ്മോളസ്റ്റ് എലമെൻറ്റ് ഇരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് ജെയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ജെ ഈക്വൽ ടു 5 ആവുന്നു. 5 ലെസ് ദാൻ 5 എന്ന് പറയുമ്പം കണ്ടീഷൻ ഫോൾസ് ആവുന്നു. അപ്പം നമ്മുടെ ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇനി ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ദെൻ നമ്മൾ അടുത്ത് പെർഫോം ചെയ്യുന്നത് സ്വാപ്പിംഗ് ആണ്. സ്വാപ്പിംഗ് പെർഫോം ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ടെമ്പിൻ്റെ പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓക്കെ. അപ്പം ടെമ്പ് ഈക്വൽ ടു അറേ ഓഫ് ഐ. അറേ ഓഫ് ഐ എന്ന് പറയുമ്പം ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, ഐയുടെ വാല്യൂ 3 ആണ്. അപ്പം അറേ ഓഫ് 3 ആണ്. അറേ ഓഫ് 3 എന്ന് പറയുമ്പം ഓക്കെ, ടെമ്പ് അറേ ഓഫ് 3, 3യുടെ വാല്യൂ എന്ന് പറയുന്നത് 3യിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, ടെമ്പ് ഈക്വൽ ടു അറേ ഓഫ് 3 ആണ്. അപ്പം അറേ ഓഫ് 3യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 3യുടെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, 3, 15 ആണ്. അപ്പം അറേ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഓക്കെ, അപ്പം അറേ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ടെമ്പിൾ അറേ ഓഫ് 3 15 ആണ്. ഇനി അറേ ഓഫ് 3 ഓക്കെ, ടെമ്പ് ഈക്വൽ ടു ഇനി അടുത്തത് എന്ന് പറയുന്നത് അറേ ഓഫ് ഐ ആണ്. അപ്പം അറേ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അറേ ഓഫ് 3 ആണ്. അപ്പം അറേ ഓഫ് 3 ഈക്വൽ ടു അറേ ഓഫ് മിൻ ആണ്. അപ്പം അറേ ഓഫ് മിന്നിൻ്റെ വാല്യൂ നമ്മൾ എടുത്തിരിക്കുന്നത് 4 ആണ്. അപ്പം അറേ ഓഫ് 4 ആണ്. അപ്പം അറേ ഓഫ് 4ൽ അറേയുടെ വാല്യൂ എത്രയാണ്, 0, 1, 2, 3, 4, 14 ആണ്. അപ്പം അറേ ഓഫ് 4ൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്. ദെൻ അറേ ഓഫ് മിൻ ഈക്വൽ ടു ദാറ്റ് ഈസ് അറേ ഓഫ് 4 ഈക്വൽ ടു ടെമ്പ്. അറേ ഓഫ് 4 ഈക്വൽ ടു ടെമ്പ്. ടെമ്പിൻ്റെ വാല്യൂ ഈക്വൽ ടു 15 ആണ്. ടെമ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്വാപ്പിങ്ങിന് ശേഷം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സോർട്ടഡ് അറേ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ 10 തന്നെയാണ്. ഫസ്റ്റ് പൊസിഷനിൽ 10 തന്നെയാണ്. ദെൻ സെക്കൻഡ് പൊസിഷനിൽ 20. ദെൻ തേർഡ് പൊസിഷനിൽ 13. ഇനി അറേ ഓഫ് 0, 1, 2 ഇൻഡെക്സ് നമ്പർ 0, 1, 2. ഇനി അറേ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷനിലെ വാല്യൂ 14 ആയി മാറും. 4 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷനിലെ വാല്യൂ എന്തായിട്ട് 15 ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ പുതിയ അൺസോർട്ടഡ് അറേയിൽ നിന്ന് നമ്മുടെ 4 ഐട്രേഷൻസിൻ്റെ നമ്മുടെ n-1 ഐട്രേഷൻ, അതായത് 4 ഐട്രേഷൻസ് പെർഫോം ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സോർട്ടഡ് അറേയാണ് ഇത്. 10, 20, 13, 14 ഇതാണ് നമ്മുടെ സോർട്ടഡ് അറേ. ഇങ്ങനെയാണ് സെലക്ഷൻ സോർട്ടിങ് ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. അൽഗോരിതം നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണ് സെലക്ഷൻ സോർട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു സെലക്ഷൻ സോർട്ടിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പം അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ സോർട്ടിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെലക്ഷൻ സോർട്ട് ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ബബിൾ സോർട്ട് അൽഗോരിതം. അപ്പം മറ്റൊരു അൽഗോരിതം ഇട്ട് ബബിൾ സോർട്ട് അൽഗോരിതമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സെലക്ഷൻ സോർട്ടിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് ഭയങ്കര മോർ എഫിഷ്യൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ സെലക്ഷൻ സോർട്ട് ഈസ് ദാറ്റ് ഇറ്റ് പെർഫോം വെൽ ഓൺ എ സ്മോൾ ലിസ്റ്റ്. ഒരു സ്മോൾ ലിസ്റ്റിലാണെങ്കിലും ഈ സെലക്ഷൻ സോർട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും, അതാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ആൻ ഇൻപ്ലേസ് സോർട്ടിങ് അൽഗോരിതം. ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത് ഇൻപ്ലേസ് സോർട്ടിങ് അൽഗോരിതം ആണെന്ന്. സോ നോ അഡീഷണൽ ടെമ്പററി സ്റ്റോറേജ് ഈസ് റിക്വയർഡ്. ഞാൻ പറഞ്ഞു ഒരു അറേയുടെ അകത്ത് വെച്ചിട്ട് തന്നെയാണ് അത് സോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ സ്പേസിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ലാസ്റ്റ് ഇറ്റ് ഈസ് ആൻ ഈസി ടു ഇംപ്ലിമെൻറ്റ്. ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതമാണ് സെലക്ഷൻ സോർട്ടിങ് അൽഗോരിതം. ഓക്കെ, ദെൻ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ദ പ്രൈമറി ഡിസഡ്വാൻറ്റേജ് ഓഫ് ദ സെലക്ഷൻ സോർട്ട് ഈസ് ഇറ്റ് ഈസ് പുവർ എഫിഷ്യൻറ്റ് വെൻ ഡീലിംഗ് വിത്ത് ദ ഹ്യൂജ് ലിസ്റ്റ് ഓഫ് ഐറ്റം. ഹ്യൂജ് ലിസ്റ്റ്, അപ്പം സ്മോൾ ലിസ്റ്റിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. പക്ഷേ ഹ്യൂജ് ലിസ്റ്റ് വരുന്ന സമയത്ത് അതിന് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ അതിൻ്റെ എഫിഷ്യൻസി കുറയും. അതാണ് അതിൻ്റെ വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ദ സെലക്ഷൻ സോർട്ട് ടെക്നിക്
techniques അല്ല സോറി the selection sort requires n squared number of steps for sorting n element. ഒരു n എലമെൻറ്റ് സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് n സ്ക്വയർഡ് നമ്പർ ഓഫ് സ്റ്റെപ്സ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ അതായത് ഒരു സെലക്ഷൻ സോർട്ട് റിക്വയർ ചെയ്യുന്നത് n എലമെൻറ്റ് സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് n സ്ക്വയർഡ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഒമേഗ ഓഫ് n സ്ക്വയർ ആണെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു സെലക്ഷൻ സോർട്ടിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി. അപ്പം ഇത്രയാണ് സെലക്ഷൻ സോർട്ടിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അപ്പം നിങ്ങൾക്ക് സെലക്ഷൻ സോർട്ടിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.